എവരിവൺ, ഈ ഒരു വീഡിയോ എന്നുള്ളത് കംപ്ലീറ്റ്ലി ഒരു ബ്രോ ടു ബ്രോ കൺവെർസേഷൻ ആയിരിക്കും. നിങ്ങൾ ഒരു യൂട്യൂബിൽ ഇതിനു മുൻപ് കണ്ട വീഡിയോ പോലത്തെ ഒരു വീഡിയോ ആയിരിക്കില്ല. എനിക്ക് പേഴ്സണലി നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ജനറേഷനിൽ നമ്മൾ ഒരുപാട് ആൺപിള്ളേര് ഒരുപാട് കാര്യങ്ങളിൽ വീക്കായിട്ടാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. സോ അതിനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സീരീസ് ആണ് ബ്രോ ടു ബ്രോ കൺവെർസേഷൻ സീരീസ് എന്നുള്ളത്. സോ ഈ ഒരു സീരീസിൽ നിങ്ങൾ റെഗുലർ ആയിട്ട് തന്നെ നമ്മളുടെ വീഡിയോസ് എന്നുള്ളത് കണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ന് എത്രത്തോളം ഒരു വീക്ക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഹയർ സെൽഫിലേക്ക് മാറാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ആദ്യം തന്നെ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകുക എന്നുള്ളതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്, അറ്റ്ലീസ്റ്റ് ഈ ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ നടുവിൽ കാണാതെ, മറ്റുള്ള യൂട്യൂബ് വീഡിയോസ് കണ്ടതുപോലെ കാണാതെ, ഒരു വീക്ക് പേഴ്സണെ പോലെ കമന്റ്സ് റീഡ് ചെയ്തുകൊണ്ടിരിക്കാതെ, മറ്റുള്ള സജസ്റ്റഡ് വീഡിയോസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കാതെ കംപ്ലീറ്റ് അറ്റൻഷൻ ഇവിടെ തന്ന് ഒരു സ്ട്രോങ് മെന്നായിട്ട് ഈ ഒരു വീഡിയോ കാണുക എന്നുള്ളതാണ്. ഇതൊരു യൂട്യൂബ് വീഡിയോ അല്ല, കൺവെർസേഷൻ ആണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇവിടെ റോ ആയിരിക്കും. ഇതിന് പകരമായിട്ട് എനിക്ക് നിങ്ങളിൽ നിന്ന് വേണ്ടത് രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. ഫസ്റ്റ് വൺ, നിങ്ങളുടെ അൺഡിവൈഡഡ് അറ്റൻഷൻ. മറ്റൊന്നിലേക്കും നിങ്ങളുടെ അറ്റൻഷൻ കൊടുക്കാതെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്, നിങ്ങൾ ഈ വീഡിയോസിന്റെ നടുവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക. കൂടാതെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഒരുപാട് ആൺപിള്ളേരിലേക്ക് എത്തിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് കൂടി ശ്രമിക്കുക. എന്തുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത്? ഞാൻ തന്നെ പേഴ്സണലി ഒരുപാട് പേരിനെ കാണുന്നുണ്ട് ബ്രോ. നല്ല ഒരു, ഇപ്പൊ നമ്മളൊക്കെ കാണുന്ന സമയത്ത് ഇവനൊക്കെ നല്ല ഒരു ഫ്യൂച്ചർ ഉള്ള ഒരുത്തനാണ് എന്ന് ചിന്തിക്കുന്ന ഒരുത്തൻ 7-8 വർഷം ഒരു പെണ്ണിന്റെ പുറകെ നടന്നിട്ടും ലോ വാല്യൂ ആക്ടിവിറ്റീസ് ചെയ്തിട്ടും ഒക്കെ അവന്റെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ആൺപിള്ളേര്. പക്ഷെ നമ്മൾ ഇവനെയൊക്കെ ഒരു 5-6 വർഷം മുമ്പ് കാണുന്ന സമയത്ത് ഇവനൊക്കെ വേറെ ലെവലിൽ എത്തും എന്നുള്ള രീതിയിൽ പറഞ്ഞ് ചിന്തിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ നമ്മൾ 6 വർഷം കഴിഞ്ഞ് അവനെ കാണുന്ന സമയത്ത് അവന്റെ പീക്ക് ലെവലിൽ അവൻ എത്തിയിട്ടുണ്ടാവില്ല. അവന്റെ ഫുൾ പൊട്ടൻഷ്യൽ തന്നെ പുറത്തു വന്നിട്ടുണ്ടാവില്ല. അന്ന് സംസാരിച്ച അതേ മൈൻഡ് സെറ്റിൽ നിന്നിട്ടായിരിക്കും അവൻ ഇന്ന് സംസാരിക്കുന്നുണ്ടാവുക. സോ ഞാൻ റിയലൈസ് ചെയ്ത കാര്യമാണ്, മെന്നിന് സീരിയസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എന്നുള്ളത് വേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം നമ്മൾ ഇങ്ങനെ ഡൗൺ ആയി കൊണ്ടേയിരിക്കുന്നുണ്ടാവും. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു യൂട്യൂബ് വീഡിയോ പോലെ കാണരുത്, ഒരു സീരിയസ് കൺവെർസേഷൻ എന്നുള്ള രീതിയിൽ തന്നെ കാണുക എന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കോഡ്സ് ആണ് നിങ്ങളുമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, യു ഷുഡ് ഹാവ് എയ്തർ എ സപ്പോർട്ടീവ് വിമൻ ബൈ യുവർ സൈഡ് ഓർ നോ വിമൻ അറ്റ് ആൾ. ദർ ഈസ് നോ അതർ ഓപ്ഷൻ. നിങ്ങൾക്ക് 2 ഓപ്ഷൻ ആണ് ഉള്ളത്. ആസ് എ ഒരു സ്ട്രോങ് മെന്നായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടലി 2 ഓപ്ഷൻ ആണ് ഉള്ളത്. ഒന്ന്, നിങ്ങളുടെ ഭാഗത്ത് ഒരു സപ്പോർട്ടീവ് വിമൻ എന്നുള്ളത് ഉണ്ടായിരിക്കണം. അല്ല എങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ഒരു വിമനെ ഉണ്ടായിരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നിങ്ങളിപ്പോ റിലേഷൻഷിപ്പിലേക്കും മാരേജിലേക്കും ഒക്കെ കടക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അത്ര മാത്രം സീരിയസ് ആയിട്ട് തന്നെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. ദർ ഈസ് നോ അതർ ഓപ്ഷൻ. നിങ്ങളുടെ അടുത്ത് ഒരു വിമൻ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിമൻ ആയിരിക്കണം അത്. നിങ്ങളെ എമോഷണലി പിടിച്ച് ഡ്രാഗ് ചെയ്ത് താഴേക്ക് വലിക്കുന്ന ഒരു ആളായിരിക്കരുത്. ഏതെങ്കിലും ഒരു വിമൻ ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ആണുങ്ങളെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ആണുങ്ങളെ വഴിതെറ്റിക്കുക, ആണുങ്ങളെ നശിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. അതായത് ഞാൻ ഒരു സിസ്റ്റർ എന്നുള്ള രീതിയിൽ പറഞ്ഞ് നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ സീരിയസ് ആയിട്ട് 10-12 വർഷങ്ങളും ടൈമും അവന്റെ പീക്ക് ടൈമും മണിയും ഒക്കെ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ആൺപിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അല്ലാതെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള നല്ല പെൺകുട്ടികളും ഉണ്ടാവാം, നല്ല വേറെ കാറ്റഗറി ഓഫ് ആൺപിള്ളേരും ഉണ്ടാവാം. ഇത് വേറെ രീതിയിലേക്ക് എടുക്കുന്ന ആളുകളും ഉണ്ടാവാം. നല്ല കഴിവുകൾ ഉണ്ടായിട്ടും നല്ല ഫ്യൂച്ചർ ഉണ്ടായിട്ടും നശിച്ചു കൊണ്ടിരിക്കുന്ന മെന്നിനെ പുറത്തു കൊണ്ടുവരാൻ എനിക്ക് ഈ രീതിയിൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വയസ്സായി 28 വയസ്സായി, 29 വയസ്സായി, അല്ലെങ്കിൽ 30-32 വയസ്സ് തന്നെ ആയി, ഇനി എനിക്ക് മാരേജ് ചെയ്യണം, എൻ്റെ കൂടെ ഒരു വിമൻ വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത, നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്ത ഒരു വിമനെ ആണ് നിങ്ങൾ കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ
അത് കാരണം നഷ്ടം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. സോ നിങ്ങൾക്ക് അതാണ് ഇവിടെ ഞാൻ പറയുന്നത്. എയ്തർ നിങ്ങളുടെ കൂടെ വളരെ ഭംഗിയുള്ള ഒരു വുമൺ വേണം എന്നുള്ളതും അല്ല, എയ്തർ നിങ്ങളുടെ കൂടെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള വിമൺ ഉണ്ടാവണം, അല്ല എങ്കിൽ അങ്ങനെ ഒരാള് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവരുത്. സോ ഇതിൽ അഗ്രസീവ് ആവുന്നത് ഫസ്റ്റ് പോയിന്റിലാണ്. സോ ഒരാളെ ചൂസ് ചെയ്യുന്ന സമയത്ത് അത്രത്തോളം ചൂസ് ചെയ്യാതിരിക്കുക. സെക്കൻഡ് വൺ, ബി ദ മാൻ ദാറ്റ് സ്റ്റിൽ ട്രൈസ് ആഫ്റ്റർ ദ സാഡ്നെസ്, after disappointment, after heartbreak, after failure and after loss. അതായത് ഇന്നത്തെ കാലത്ത് നമ്മൾ ആൺപിള്ളേരെ എങ്ങനെയാണ്, നമുക്കിപ്പോ എന്തെങ്കിലും കാര്യത്തിൽ ഒരു ലോസ് ഉണ്ടായി, എന്തെങ്കിലും ഒരു ഹേർട്ട് ബ്രേക്ക് ഉണ്ടായി, ബ്രേക്കപ്പ് ഉണ്ടായി, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായി, എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ ഒരു സാഡ്നെസ് വന്നു എന്ന് വിചാരിക്കുക. നമ്മൾ നമ്മളുടെ എമോഷനെ കൺസിഡർ ചെയ്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. നമ്മൾ ആ ഒരു എമോഷൻ നമ്മളുടെ പ്രവൃത്തിയെ നമ്മളെ അഫക്ട് ചെയ്യാനായിട്ട് വിടും പലപ്പോഴും. ഇപ്പൊ ഞാൻ എന്തെങ്കിലും എന്റെ ഗോളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ മൊമെന്റിലാണ് എനിക്ക് ഹേർട്ട് ബ്രേക്ക് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് ഉണ്ടാവുന്ന ഹേർട്ട് ബ്രേക്ക് എന്നുള്ളത് ഒരിക്കലും ഒരു 3 ദിവസത്തിൽ കൂടുതൽ എന്നെ അഫക്ട് ചെയ്യാൻ ഞാൻ വിട്ടിട്ടില്ല. ഈവൻ എന്റെ ലൈഫിൽ ഇനി ഫ്യൂച്ചറിൽ ഒരു ഹേർട്ട് ബ്രേക്ക് ഉണ്ടാവുകയാണെങ്കിലും, ഒരു ഡിസപ്പോയിന്റ്മെന്റോ ഒരു സാഡ്നെസ്സോ അങ്ങനെ എന്ത് ഉണ്ടാവുകയാണെങ്കിലും അതിന് ഞാൻ മാക്സിമം ടൈം എന്നുള്ളത് കൊടുത്തിരിക്കുന്ന 3 ദിവസമാണ്. ആ 3 ദിവസം കഴിയുന്നതിനുള്ളിൽ ഞാൻ തിരിച്ചു വന്നിരിക്കും. ഞാൻ എന്ത് എമോഷൻ ഫീൽ ചെയ്തിട്ടാണ് എന്നുണ്ടെങ്കിലും ഞാൻ എന്റെ കാര്യങ്ങളിൽ വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കും. ഞാൻ ഇവിടെ പ്രസന്റ് ആയിരിക്കും, ഞാൻ ഓഫീസിൽ പ്രസന്റ് ആയിരിക്കും, ഞാൻ തുടങ്ങി വെച്ച പല കാര്യങ്ങളും ഈവൻ എന്റെ ഉള്ളിൽ ഞാൻ എന്ത് എമോഷൻ ആണ് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും, ഞാൻ എന്റെ ഉള്ളിൽ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഫീൽ ചെയ്തിട്ടാണ് എന്നുണ്ടെങ്കിലും, ഒരു സാഡ്നെസ് ഉണ്ട് എന്നുണ്ടെങ്കിലും അതിനെ ടാക്കിൾ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം എന്നുള്ളത് ഞാൻ നോക്കിയിട്ടുണ്ടാവും. അതിന് വേണ്ടതായിട്ടുള്ള ചില ക്ലാസ്സുകൾ കേൾക്കുക എന്നുള്ളതായിരിക്കാം, മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതായിരിക്കാം. അതായത് നമ്മളുടെ ട്രൈയിങ് എന്നുള്ള കാര്യത്തെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒരിക്കലും സാഡ്നെസ്സിനെയോ നമുക്കുണ്ടാവുന്ന ഹേർട്ട് ബ്രേക്കിനെയോ ഒന്നിനെയും അനുവദിക്കരുത് എന്നുള്ളതാണ്. ഹേർട്ട് ബ്രേക്ക്, ഡിസപ്പോയിന്റ്മെന്റ്, ഇതൊന്നിനെയും തന്നെ അനുവദിക്കരുത്. ഓക്കെ, കാരണം വി ആർ മെൻ. എനിക്ക് സാഡ് ആണ്, അതുകൊണ്ട് ഞാൻ ഇന്ന് പണിയെടുക്കുന്നില്ല. എന്റെ ഹേർട്ട് ബ്രേക്ക് ആയി, അതുകൊണ്ട് 6 മാസം ഞാൻ ജോലി ഇല്ലാതെ ഇരിക്കാൻ പോവാണ്. അങ്ങനെയുള്ള ഒരു ഓപ്ഷനേ ഇല്ല. നിങ്ങൾ എന്ത് ഫീൽ ചെയ്തിട്ടാണ് എന്നുണ്ടെങ്കിലും നിങ്ങളത് ആ ഒരു പ്രോസസ്സ് എന്നുള്ളത് നിങ്ങളെ കണ്ടിന്യൂ ചെയ്യുക തന്നെ വേണം. എങ്ങനെ? ശ്രദ്ധിച്ചു കേട്ടെ, അലേർട്ട് ആയിക്കേ. നിങ്ങൾ എന്ത് എമോഷണൽ സ്റ്റേറ്റിലൂടെ കടന്നു പോവുകയാണ് എന്നുണ്ടെങ്കിൽ എന്നോട് പേഴ്സണലി ചോദിക്കാറുള്ള കാര്യമാണ്. എന്റെ മൂഡ് എന്ത് തന്നെ ആണെന്നുണ്ടെങ്കിലും ഞാൻ ഇവിടെ പ്രസന്റ് ആയിരിക്കും. എന്റെ മൂഡ് എന്ത് തന്നെ ആണെന്നുണ്ടെങ്കിലും എനിക്ക് ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്തിരിക്കും. ഇതാണ് ഒരു മന്നിന്റെ വാല്യൂ എന്നുള്ളത്. അല്ലാതെ ഞാൻ സാഡ് ആണ്, സോ ഞാൻ അടുത്ത ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇതാക്കാം. എനിക്ക് അറിയുന്നുണ്ട് നിങ്ങൾ സാഡ് ആണ് എന്നുള്ളത്, എനിക്ക് അറിയുന്നുണ്ട് ആ നടന്ന ഇൻസിഡന്റ് നിങ്ങളെ അഫക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, എനിക്ക് അറിയുന്നുണ്ട് നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആണ് എന്നുള്ളത്. ബട്ട് എന്നാലും നിങ്ങൾ അവിടെ ഷോപ്പ് ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് നിങ്ങൾ മെന്നായിട്ടുള്ളത്. അതാണ് നിങ്ങളെ ആണാക്കുന്നത്. മനസ്സിലായോ? എമോഷണലി വീക്ക് ആയിട്ടുള്ള, സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളെ പോലെ സംസാരിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ബി എ മൻ. ഈവൻ നിങ്ങളെ പുറകിലേക്ക് വലിക്കുന്നത് നിങ്ങളുടെ അഡിക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ, ഇനി ഈവൻ നിങ്ങളെ ഷോപ്പ് ചെയ്യാൻ വിടാതിരിക്കുന്നത് നിങ്ങളുടെ അഡിക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ, മാസ്റ്റർബേഷൻ, ഫോൺ അഡിക്ഷൻ, ഇത്തരത്തിലുള്ള അഡിക്ഷൻസ് ആണ് നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും മോട്ടിവേറ്റഡ് ആയിട്ട് നിങ്ങളെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അനുവദിക്കാത്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ മെന്ററിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഇതിനു വേണ്ടിയിട്ട് നിങ്ങളെ അറിഞ്ഞ് നമ്മൾ സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് നമ്മളുടെ 21 ഡേയ്സിന്റെ അഡിക്ഷൻ റിക്കവറി പ്രോഗ്രാം എന്നുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം എന്നുള്ളത് 500 റുപ്പീസിൽ തന്നെ ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു 5 ഡേ പ്രോഗ്രാം എന്നുള്ളത് നിങ്ങൾക്ക് 500 റുപ്പീസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 500 റുപ്പീസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പ്രോഗ്രാം, ഞാനിത് സെയിൽസ് ആ രീതിയിൽ ഒന്നുമല്ല പറയുന്നത്. സെയിൽസ് ചെയ്യുക, മാർക്കറ്റ് ചെയ്യുക, ഈവൻ ഈ ഒരു ക്ലാസിന്റെ നടുവിൽ ഇത് കൊണ്ടുവന്ന് പ്രൊമോട്ട് ചെയ്യുക, അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം എന്നുള്ളത് റൺ ചെയ്യുന്നുണ്ട്. നിങ്ങളെ അറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്
5 ഡേ പ്രോഗ്രാം ആയിരിക്കും വരുന്നുണ്ടാവുക. അതിന്റെ കോസ്റ്റ് എന്നുള്ളത് 500 ആയിരിക്കും വരുന്നുണ്ടാവുക. ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും ആയിട്ട് ഞാനൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് മെസ്സേജ് ചെയ്തേക്കുക, പറയുകയാണ് 500 rupees ആയിരിക്കും ചാർജ് വരുന്നുണ്ടാവുക. ഓക്കെ, ഈവൻ നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഈ ഫണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി റീഫണ്ട് ലഭിക്കുന്നുണ്ടാവും. ഓക്കെ, go to the next point. Third one, your mom didn't give birth to a loser who cries over a girl. ഒരു പെണ്ണ് വേണം, പെണ്ണ് പോയി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പരാജിതനായിട്ടുള്ള ഒരുത്തനല്ല നിന്റെ അമ്മ ജന്മം നൽകിയിട്ടുള്ളത്. She gave birth to a hero who's gonna make her proud. ഏതൊരു സിറ്റുവേഷനിലും തന്നെ പ്രൗഡ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുന്ന ഒരു ഹീറോയിനാണ് നിങ്ങളുടെ അമ്മ ജന്മം നൽകിയിട്ടുള്ളത്. ഈ ഒരു കോട്ട് ഉണ്ടല്ലോ, അത്യാവശ്യം സീരിയസ് ആയിട്ട് തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്റെ അമ്മ ആർക്കാണ് ജന്മം നൽകിയിട്ടുള്ളത്? ഒരു പെണ്ണ് പോയി, പെണ്ണ് ചതിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന, നാട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീക്കായിട്ടുള്ള ഒരുത്തനാണോ ജന്മം നൽകിയിട്ടുള്ളത്? അല്ല. യവൻ പോയാലും യവൻ വന്നാലും എന്ത് തന്നെ നടന്നാലും അതിനെയൊക്കെ താണ്ടി വരുന്ന, അവരെ സ്വന്തം അമ്മയെ പ്രൗഡ് ചെയ്യിപ്പിക്കുന്ന ഒരു ഹീറോനാണ് ജന്മം നൽകിയിട്ടുള്ളത്. നിങ്ങൾ ആരാണ് എന്നുള്ളത് ഒരിക്കലും മറന്നു പോവല്ലേ. യു ആർ നോട്ട് എ ലോസർ. പെണ്ണുപോയി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ലോസർ ആണ്. എനിക്ക് മനസ്സിലാവും ഫീലിങ്സ് എന്നുള്ളത് എല്ലാം ഉണ്ടാവും. ഞാനിത് അറിയാതെ വെറുതെ മോട്ടിവേഷന് വേണ്ടി പറയുന്നൊന്നും അല്ല. ഐ നോ ഫീലിങ്സ് എന്നുള്ളത് ഉണ്ടാവും. പക്ഷെ ഓർക്കുക, നിങ്ങളുടെ അമ്മ അവിടെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ബ്രോ, നിങ്ങളുടെ വിജയം കാണാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് നിങ്ങളുടെ വീട്ടിലുണ്ട്. ഓക്കെ, സോ ഈ രീതിയിൽ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ലോസറായി ഇരിക്കേണ്ടതല്ല നിങ്ങളുടെ ലൈഫ് എന്നുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. സോ എനിവേ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. ദെൻ അതേപോലെ തന്നെ പോൺ ആൻഡ് മാസ്റ്റർബേഷൻ കാര്യങ്ങളൊക്കെ അഡിക്ഷൻ മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ 5 ഡേ പ്രോഗ്രാമിൽ നിങ്ങൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്തേക്കുക. ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും ആയിട്ട് അതിന്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം തന്നെ നൽകുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്. സ്റ്റേ ഗ്രൗണ്ടഡ്. ബൈ ഓൾ.